Welcome to my channel. In this video, I want to introduce mental disorders, its general symptoms, general causes and treatment modalities. So, we can see what is mental health. You already studied about that. What is mental health? Mental health is the level of psychological well-being or an absence of mental illness. Mental illness illata സൈക്കോളജിക്കലി വെൽബീയിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഗിവൺ ബൈ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് മെൻ്റൽ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ് ആൻഡ് ക്യാൻ കോപ്പ് വിത്ത് ദ നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്, ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി and is able to make a contribution to his or her community. This is the definition of mental health. Then regarding mental illness. Mental illness എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അസുഖത്തിനെയാണ് നമ്മൾ മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. മാനസിക ആരോഗ്യമില്ലായ്മ അഥവാ മനസ്സിൻ്റെ അസുഖം എന്ന് പറയുന്നത്, മാനസികാരോഗ്യം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ അപാകതകൾ സൃഷ്ടിക്കുന്ന അസുഖങ്ങളെയാണ്. പെരുമാറ്റക്രമത്തിലൂടെ വ്യക്തമായേക്കാവുന്ന മാനസികമായ അസാധാരണത്വത്തിനെയാണ് മെൻ്റൽ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. മനോരോഗം എന്നാൽ ഭ്രാന്ത് അഥവാ സൈക്കോസിസ് ആണെന്നുള്ള വലിയൊരു വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനോ ചികിത്സിക്കുവാനോ അത് സംസാരിക്കുവാനോ മുതിരുന്നില്ല. അതിന് കാരണമാവുന്നത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നമ്മളെ ഇടയിൽ ഈ മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൽനെസ്സിന് നമ്മൾ ചികിത്സ തേടുന്നത് പോലെ മെൻ്റൽ ഇൽനെസ്സിന് നമ്മൾ ചികിത്സ തേടാത്തത് അതുകൊണ്ടാണ്. നമ്മളെ ഉള്ളിലൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സോഷ്യൽ സ്റ്റിഗ്മാസ് അബൌട്ട് mental illness എന്ന് നോക്കാം. First one is person with mental illness are dangerous. The media generally portrayed the mentally ill displaying violent behavior and as being dangerous to others and to themselves. Inmates of mental hospitals are shown as individuals who need to be chained and locked up. In truth, the vast majority of people with mental illness are not violent. In the few instances when they do become violent, it is usually because they feel threatened or provoked or due to excessive consumption of drugs or alcohol. യൂഷ്വലി നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന രീതി എന്ന് പറയുന്നത് ഈ മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർ കുറേ വയലൻ്റ് ആയിട്ട് ചങ്ങലയ്ക്കൊക്കെ ഇട്ട് ബന്ധിച്ച് ആ ഒരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള മെൻ്റൽ ഇൽനെസ് മാത്രമേ നമ്മൾ അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രക്കാരെ വളരെ ചുരുക്കം മെൻ്റൽ ഇൽനെസ്സിൽ മാത്രമേ ഈ ഒരു വയലൻ്റ് ബിഹേവിയർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മെൻ്റലി ഇൽനെസ് ഉള്ള എല്ലാവരും ഡേഞ്ചറസ് പീപ്പിൾ അല്ല. Then next one is mental illness is incurable. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണിത്. Unfortunately, mental illness is viewed almost like a life sentence. Because of misconception, those who recover from mental illness after treatment are viewed with suspicion and are discriminated against in society and at the work. Most people recover fully from mental illness, especially through every intervention. സത്യം പറഞ്ഞാൽ ഈ ഒരു മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ക്യൂറബിൾ ആയിട്ടുള്ള, ഫിസിക്കൽ ഇൽനെസ് പോലെ തന്നെ ക്യൂറബിൾ ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് കാണുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ ഇൽനെസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിപ്പോയ ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ചുറ്റുപാടുകൾ തയ്യാറാവുന്നില്ല. അവർ ജോലി ചെയ്ത സ്ഥലത്ത് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല, അവരുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് മെൻ്റൽ ഇൽനെസ് ഈസ് ഇൻക്യൂറബിൾ. ദ നെക്സ്റ്റ് വൺ ഈസ് mental illness is a disgrace. While most people promptly consult a physician for a physical problem, they are reluctant to consult a psychiatrist or psychologist for emotional problem.
ദിസ് ഇസ് ലാർജ്ലി ഡ്യൂ ടു ദ സ്റ്റിഗ്മ ആൻഡ് ടാബു സറൗണ്ടിങ് മെൻ്റൽ ഇൽനസ്. നമ്മൾ ചുറ്റും ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മെൻ്റൽ ഇൽനസ് എന്ന് പറയുന്നത് ഒരു നമുക്കിപ്പോഴും പുറത്ത് പറയാൻ മടിയുള്ള ഒരു കാര്യമായിട്ടാണ് കിടക്കുന്നത്. മറ്റുള്ളവർ അത് കേട്ടാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും തന്നെ. അതിനൊരു എക്സാമ്പിളാണ്, നമുക്കിപ്പോൾ ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന വന്നാൽ, അങ്ങനെ ശാരീരിക വല്ലായ്മകളെയൊക്കെ നമ്മൾ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളൊരു ഫിസിയാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെഡിസിൻ്റെ ഡോക്ടറെ നമ്മൾ സമീപിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഉണ്ടാവുന്ന മെൻ്റൽ പ്രോബ്ലംസ്, ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ ചികിത്സിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം മേ ബി. പക്ഷെ അതൊന്നും നമ്മൾ ചികിത്സിക്കാതെ വെച്ചിരിക്കും. ഈ അടുത്ത് കേൾക്കുന്ന ന്യൂസ് പോലും അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ, സൂയിസൈഡ് വരെ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാലോ അവരുടെ ജീവിതം തന്നെ ചിലപ്പം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെൻ്റൽ ഇൽനസ് ഈസ് ഡിസഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇന്ന് നിലവിൽ ഉണ്ട്. അപ്പം അതും മാറേണ്ടതായിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് മെൻ്റൽ ഇൽനസ് ഡസൻറ്റ് അഫക്റ്റ് ചിൽഡ്രൻ ആൻഡ് അഡോളസെൻ്റ്. തെറ്റാണിത്. മെൻ്റൽ ഇൽനസ് എന്ന് പറയുന്നത് എല്ലാവരെയും, ഏത് ഏജിലുള്ള ആൾക്കാരെ വേണമെങ്കിലും ബാധിക്കാം. എവറി വൺ ഹാസ് സെയിം റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് എ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ, നോ മാറ്റർ ദെയർ സെക്സ്, ഏജ് ഓർ സാമ്പത്തികം ഓർ ഇൻകം. അതൊന്നും, അതായത് പണക്കാരന് മാത്രമേ വരൂ, പാവപ്പെട്ടവന് മാത്രമേ വരൂ, ഒന്നുമില്ല. ഏജുള്ള ആൾക്കാർക്കേ വരൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് വരില്ല എന്നുള്ള മിഥ്യാധാരണകളൊന്നും തന്നെ വേണ്ട. ആർക്ക് വേണമെങ്കിലും വരാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് മെൻ്റൽ ഇൽനസ്. ഇനി അവസാനത്തെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്, മെജോറിറ്റി ഓഫ് ആളുകളും വിശ്വസിച്ചു പോരുന്നത് എന്താണ്? മെൻ്റൽ ഇൽനസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹെറിഡിറ്ററി. അതായത് അച്ഛന് ഭ്രാന്താണെങ്കിൽ കുട്ടിക്ക് ഭ്രാന്താവും എന്നുള്ളൊരു തെറ്റായ ധാരണ കുറച്ച് സൊസൈറ്റിയിലുള്ള കുറച്ച് ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പം അതും പക്ക തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്കിസോഫ്രീനിയ പോലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസീസസൊക്കെ, വളരെ കുറവുള്ള ഡിസീസൊക്കെ ഉള്ളൂ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുള്ളൂ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സൈക്കാട്രിക് ഇൽനസ് ആർ നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ഹെറിഡിറ്ററി. അപ്പോൾ ഇതൊക്കെയാണ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് മെൻ്റൽ ഇൽനസ് എന്ന് പറയുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നിലനിന്നു പോരുന്ന കുറച്ച് മിസ്കൺസെപ്ഷൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ദ ഡെഫിനിഷൻ ഓഫ് മെൻ്റൽ ഇൽനസ്. സോ the mental illness is defined as a condition characterized by the impairment of an individual's cognitive, emotional or behavioral functioning caused by social, psychosocial, biochemical, genetic or other factor. സോ മെൻ്റൽ ഇൽനസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇമ്പയർമെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇമ്പയർമെൻറ്റ് ഉണ്ടാവും, അവരുടെ ഇമോഷണൽ ഫംഗ്ഷന് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, ബിഹേവിയറൽ ഫംഗ്ഷന് ഇമ്പയർമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ മൈൻഡിൻ്റെ പാർട്സിനെയാണ് അത് ബാധിക്കുന്നത്? കോഗ്നിറ്റീവ് ഫംഗ്ഷന്, ഇമോഷണൽ ഫംഗ്ഷന്, ബിഹേവിയർ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്. ആൻഡ് മെൻ്റൽ ഇൽനസ് കോസ്ഡ് ബൈ സോഷ്യൽ ഫാക്ടർ, സൈക്കോസോഷ്യൽ ഫാക്ടർ, ബയോകെമിക്കൽ ഫാക്ടർ, ജനറ്റിക് ഫാക്ടർ ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇമ്പയർമെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ്, ഇമോഷണൽ ഓർ ബിഹേവിയറൽ ഫംഗ്ഷനിങ് കോസ്ഡ് ബൈ സോഷ്യൽ, സൈക്കോസോഷ്യൽ, ബയോകെമിക്കൽ, ജനറ്റിക് ഓർ അതർ ഫാക്ടർ. അപ്പോൾ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിനെയും പേഴ്സൻ്റെ ഇമോഷണൽ ബിഹേവിയറൽ ആക്ടിവിറ്റിനെയും ഇമ്പയർമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ മെൻ്റൽ ഇൽനസ് എന്ന് പറയുന്നത്. ദെൻ we can see what all are the general symptoms of mental illness. മെൻ്റൽ ഇൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് രോഗങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൽനസിനെയാണ് നമ്മൾ ഈ മെൻ്റൽ ഇൽനസ് എന്ന് വിളിക്കുന്നത്. ഫിസിക്കൽ ഇൽനസ്സിൽ തന്നെ ഒരുപാട് ഡിസീസ് ഉള്ള പോലെ തന്നെ മെൻ്റൽ ഇൽനസ്സിലും ഒരുപാട് കാറ്റഗറി ഓഫ് ഡിസീസസ് ഉണ്ട്. വ്യക്തി എന്താണ് അനുഭവിക്കുന്നതെന്നും എങ്ങനെയാണ് പെരുമാറുന്നതെന്നും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും കണക്കിലെടുത്താണ് വിവിധ തരം മാനസിക രോഗങ്ങൾ നിർവചിക്കപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതും അത് പ്രകാരമാണ്. ഏത് അസുഖമാണോ മെൻ്റൽ ഇൽനസ് ആണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഓരോ
അസുഖത്തിനും വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ്, അതായത് നമ്മുടെ ഫിസിക്കൽ ഇൽനെസ്സിലുള്ള പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ഇവിടെയും വരാം. പക്ഷെ ജനറലായിട്ട് വാട്ട് ഓൾ ആർ ദ സിംറ്റംസ് ഓഫ് മെൻ്റൽ ഇൽനെസ് എന്ന് നോക്കാം. അപ്പോൾ യൂഷ്വലി ഉണ്ടാവുന്നത് ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, സെൻസോറിയൽ സിംറ്റംസ് ഉണ്ട്, ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ, ലോസ് ഓഫ് ദ ഹയർ ലെവൽസ് ഓഫ് കൺട്രോൾ, സ്പീച്ച് ഡിസ്റ്റർബൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം ഫിസിക്കൽ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് പെർസിസ്റ്റന്റ് ഡീവിയേഷൻ ഇൻ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, nausea, vomiting and headache, dizziness, loss of significant increase in appetite, loss of weight, coughing, pain, fatigue, abnormal pupillary activities and lack of motor coordination. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ സിംറ്റംസും നോസിയ മുതൽ വൈറ്റൽ സൈൻസ് ചേഞ്ച് മുതൽ ഹെഡേക്ക്, കഫിങ്, ലോസ് ഓഫ് വെയ്റ്റ്, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, അബ്നോർമൽ പ്യൂബിലറി ആക്ടിവിറ്റി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ അസുഖത്തിനും അനുസരിച്ച് നമ്മൾ ഫിസിക്കൽ സിംറ്റംസും മാറുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സെൻസോറിയൽ സിംറ്റംസ്. സെൻസോറിയൽ സിംറ്റംസ് വിച്ച് അഫക്ട് ദ സെൻസേഷൻ ഏരിയ. സെൻസറി ഏരിയനെയാണ് നമ്മൾ സെൻസോറിയൽ സിംറ്റംസ് ബാധിക്കുന്നത്. ദാറ്റ് മേ ബി ലോസ് ഓഫ് ഓൾ സെൻസേഷൻ. ചിലപ്പോൾ എല്ലാ സെൻസേഷനും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ എക്സസീവ് ഫിസിക്കൽ സെൻസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് പെർവേർഷൻ ഓഫ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് അനുസരിച്ച് അബ്നോർമൽ ഫങ്ഷൻസ് ഓഫ് വിഷ്വൽ ഫീൽഡ് പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ തന്നെ പ്യൂപ്പിലറി ആക്ടിവിറ്റി, സ്മെല്ലിൽ പ്രശ്നം ഉണ്ടാവാം, ടേസ്റ്റിൽ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ എല്ലാ സെൻസറി പ്രോബ്ലംസിലും പ്രശ്നങ്ങൾ വരാം. അതാണ് സെൻസോറിയൽ സിംറ്റംസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ്. These are the another category of symptoms of mental illness. Most of these are in the form of illusions and hallucinations, which means false perception with a stimuli is called illusion, and false perception, wrong perception, misperception without a stimuli is hallucination. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കയറ് കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇല്യൂഷനും, ഒരു കയറില്ലാതെ പാമ്പ് എഴയുന്നത് പോലെ തോന്നുകയാണെങ്കിൽ അത് ഹാലൂസിനേഷനുമാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റിമുലേ വന്നിട്ട് നമുക്ക് മിസ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റിമുലേ ആണെങ്കിൽ അതിനെ ഇല്യൂഷൻ എന്നും, ഒരു സ്റ്റിമുലേ ഇല്ലാതെ നമ്മൾ റോങ്ലി അത് പെർസീവ് ചെയ്യുന്നതിനെ നമ്മൾ ഹാലൂസിനേഷൻ എന്നും പറയുന്നു. ഇതാണ് ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ. നമ്മളെ പെർസെപ്ഷനിലുള്ള ചേഞ്ചസ്, ഇല്യൂഷനും ഹാലൂസിനേഷനും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ദ നെക്സ്റ്റ് വൺ ഇസ് ലോസ് ഓഫ് ഹയർ ലെവൽസ് ഓഫ് കൺട്രോൾ, which means loss of control over instinctual satisfaction or instinctive activities. For example, some patients may show increased psychomotor activity. They are impelled towards constant motion. They cannot control themselves. Volition, disorders of volition ഒക്കെ ഇത്തരക്കാർക്ക് ഉണ്ടാവും. ഹയർ ലെവലിൽ കൺട്രോള് നഷ്ടപ്പെടുക. The last one is speech disturbance. Speech disturbance എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇത്തരക്കാർക്ക് ചിലപ്പം ഒന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കാം, ചിലപ്പം കാര്യങ്ങൾ ഒരു സ്ഥലത്ത് തുടങ്ങി വേറെ എവിടെയോ അവസാനിച്ചെന്നിരിക്കാം, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയായിരിക്കാം. പിന്നെയുള്ളത് സ്പീച്ച് ഡിസ്റ്റർബൻസ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. ഉറക്കമില്ലായ്മ മുതലുള്ള പ്രോബ്ലംസ് ആണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസിൽ ഉള്ളത്. അങ്ങനെ വെറൈറ്റി ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് മെൻ്റൽ ഇൽനെസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത്? ഫിസിക്കൽ സിംറ്റംസ്, സെൻസോറിയൽ സിംറ്റംസ്, ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ, സിംറ്റംസ് of loss of the higher levels of control, speech disturbances and sleep disturbances. റെസ്റ്റ്ലെസ്നെസ്സും ഫാറ്റീഗും ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിങ്ങും ഒക്കെ അതിനകത്തുണ്ടാവും. ഇത്രയൊക്കെയാണ് നമ്മൾ ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ജനറൽ കോസസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ലെറ്റ്സ് വി ക്യാൻ സീ വാട്ട് ഓൾ ആർ ദ ജനറൽ കോസസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ
ജനറൽ സിംറ്റംസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ജനറൽ കോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലും തന്നെ ഓരോ മെന്റൽ ഡിസോർഡറിനും ഓരോ പർട്ടിക്കുലർ കോസ് ഉണ്ടാവും. ഇത് മൊത്തമായിട്ട് മെന്റൽ ഇൽനെസ് ഏതൊക്കെയാണ് യൂഷ്വലി ഉണ്ടാവുന്ന കോസസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. No area of psychiatry has been as much a cause of debate and controversy as that concerning the cause of mental illness. Research on the matter indicate various causative factors that are heredity, organic causes, biological causes, psychological causes, and social causes. There are 5 causes of mental illness: heredity cause, organic cause, biological cause, psychological cause, and social cause. First we can see what is heredity cause. Study have shown that heredity is the cause of 3/4 of the case of mental defects. What one inherit is not the illness and not the symptoms, but a productivity or predisposition to develop the illness is which plays a major portion of the സൈക്കോളജിക്കൽ ഫങ്ഷനിങ്. സോ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വിഭാഗം അസുഖങ്ങളിൽ ഹെറിഡിറ്ററിയാണ് കോസായിട്ട് പറയപ്പെടുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് കോസ്, വിച്ച് മീൻസ് due to loss of brain tissue, due to damage to the brain tissue by toxins, and due to endocrine disturbance. ലോസ് ഓഫ് ബ്രെയിൻ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തലച്ചോറിൽ ഉണ്ടാവുന്ന ചില അസുഖങ്ങളായിട്ടുള്ള ബ്രെയിൻ സിഫിലിസ്, എൻസെഫലൈറ്റിസ്, അതിരോസ്ക്ലീറോസിസ് തുടങ്ങിയ അസുഖങ്ങൾ പോലെ ഉള്ള അസുഖങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യിപ്പിക്കും. ഈ ഡാമേജ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് മെമ്മറി ലോസ് ഉണ്ടാവുകയും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കുറയുകയും മറവി കൂടുകയും അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമുക്ക് മെൻ്റൽ ഇൽനെസ്സിലേക്ക് വഴിതിരിച്ചു വിടും. Then damage to the brain tissue by toxins. ഈ ടോക്സിൻസ് ഫോർ എക്സാമ്പിൾ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഡ്രഗ്സ് ഇൻക്ലൂഡ്സ് ബ്രോമൈഡ്സ്, ബാർബിച്ചുറിക് ആസിഡ്, മോർഫിൻ, കൊക്കൈൻ, ലെഡ്. അതൊക്കെയാണ് നമ്മൾ യൂഷ്വലി കാണുന്ന ടോക്സിൻസ് വിച്ച് കോസ് ഡാമേജ് ടു ദ ബ്രെയിൻ ടിഷ്യൂ. അതും മെൻ്റൽ ഇൽനെസ് ഉണ്ടാക്കാനുള്ള കാരണമാവുന്നു. ദെൻ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡി ഫങ്ഷനിങ് ശരിയായ ക്രമത്തിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻസ് ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവർ ആക്ടിവിറ്റി ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് കുഡ് ലീഡ് ടു ഓവർ എക്സൈറ്റബിലിറ്റി ആൻഡ് ആങ്സൈറ്റി. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഓവർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റിയും എക്സൈറ്റബിലിറ്റിയും ഒക്കെ കൂട്ടാനുള്ള കാരണമാവുകയും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അഡ്രിനൽ കോർട്ടക്സിനാണ് പ്രോബ്ലം എങ്കിൽ അഡിസൻസ് ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ അത് മെൻ്റൽ സിംറ്റംസ് ഒക്കെ പുറപ്പെടുവിക്കുകയും അതുവഴി മെൻ്റൽ ഇൽനെസ്സിലേക്ക് ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓർഗാനിക് കോസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ബയോളജിക്കൽ കോസ്. ബയോളജിക്കൽ കോസ് ഇൻക്ലൂഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആൻഡ് മാൽന്യൂട്രീഷൻ, ഫിസിക്കൽ ഡിഫക്റ്റ് ആൻഡ് ഫിസിക്കൽ ഇൽനെസ്, ഫറ്റീഗ്, സർജിക്കൽ ഓപ്പറേഷൻ ആൻഡ് ട്രോമ, പ്രഗ്നൻസി ആൻഡ് പ്യൂർപേറിയം. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഒരു വൈറ്റൽ കോസറ്റീവ് ഫാക്ടർ ഇൻ മെൻ്റൽ ഇൽനെസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ വേണ്ടത്ര ന്യൂട്രീഷൻ എത്താതിരിക്കുക. അപ്പോൾ ഹൈപ്പോനാട്രീമിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഡിസോറിയൻറ്റഡ് ആയിരിക്കും, പേഷ്യൻ്റ് സ്ഥലകാലബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാൽ ന്യൂട്രീഷനും ഒരു കോസറ്റീവ് ഫാക്ടർ തന്നെയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഡിഫക്റ്റ് ആൻഡ് ഫിസിക്കൽ ഇൽനെസ്. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഇൽനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ ഉണ്ടാവാനും അതുവഴി മെൻ്റൽ പ്രോബ്ലംസിലേക്ക് വഴിതിരിച്ചു വിടാനുമുള്ള സാധ്യതയുണ്ട്. ദെൻ ഫറ്റീഗ് ആസ് എ കോസ് ഓഫ് മെൻ്റൽ ഇൽനെസ് മസ്റ്റ് ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഫറ്റീഗ് ആസ് എ സിംറ്റംസ്. The fatigue which results from prolonged intellectual work does not may indirectly cause mental illness, but such fatigue is exhausting as it accompanied by sleeplessness and some degree of malnutrition, and may thus cause further deterioration in behavior. അങ്ങനെയാണ് ഫറ്റീഗ് നമ്മുടെ മെൻ്റൽ ഇൽനെസ് കോസ് ചെയ്യുന്നത്. ഫറ്റീഗ് ഇൻഡയറക്റ്റ്ലി ആണ് മെൻ്റൽ ഇൽനെസ് കോസ് ചെയ്യുന്നത്.
കാരണം ഫറ്റീഗ് കൂടുതലായാൽ മാത്രമേ, സിംറ്റംസ് ആയിട്ട് ഫറ്റീഗ് ഇരിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വല്ലാതെ ഫറ്റീഗ് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവുകയും അതുവഴി മാൽന്യൂട്രീഷൻ ഉണ്ടാവുകയും അതുവഴി ബിഹേവിയറിൽ ചേഞ്ച് വരികയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സർജിക്കൽ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഡെലിറിയം, ന്യൂറോസിസ് പോലെയുള്ള സൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവുന്നത് സർജിക്കൽ ഓപ്പറേഷൻസ് ബ്രെയിനിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നെക്സ്റ്റ് ബയോളജിക്കൽ കോസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ബയോളജിക്കൽ കോസ് ഈസ് ഡ്യൂ ടു pregnancy and puerperium. Both this period are accompanied by psychological and physiological stress. If women are not properly prepared for the pregnancy and childbirth, if they have not accepted motherhood adequately, and if their married life has not been too happy, there is a risk of their developing psychological problems. അപ്പോൾ ഇത്തരം സ്ത്രീകളിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഡിപ്രഷൻ തുടങ്ങിയ മെൻ്റൽ ഇൽനെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അവർ ആഗ്രഹിക്കാതെ പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് അവരുടെ ഡെലിവറി കണ്ടക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒക്കെ ചിലപ്പോൾ ഒരു കാരണമായേക്കാവുന്നതാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന അവസ്ഥ, പ്രഗ്നൻസി ആൻഡ് പ്യൂർപേറിയം. ദെൻ നെക്സ്റ്റ് കോസസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഇമോഷണൽ നീഡ്സ്, കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ദ ഫാക്ടേഴ്സ് ആർ എക്സ്ട്രീംലി ലോ ഓർ ഹൈ മെൻ്റൽ എബിലിറ്റി, interpersonal relationship, overprotective parents, early loss of parents and mental conflicts are the factors regarding psychological factors of mental illness. Extremely low or high mental ability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it could be a minor causal factor of mental illness. ചെറിയൊരു രീതിയിലുള്ള പ്രോബ്ലം മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. Such individuals are likely to be more maladjusted to life than others. ഇത്തരം ആളുകൾ കുറച്ചും കൂടി മാലഡ്ജസ്റ്റഡ് ആയിരിക്കും ബാക്കിയുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ ഏർലി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ദാറ്റ് മേ ബി വിത്തിൻ ദ ഫാമിലി. അത് ഫാമിലിയിലുള്ള ആൾക്കാർ തമ്മിൽ, പാരൻസ് ഒന്നും തമ്മിൽ ഒരു നെഗറ്റീവ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് മേ ബി എ കോസറ്റീവ് ഫാക്ടർ ഓഫ് മെൻ്റൽ ഇൽനെസ്. ദ നെക്സ്റ്റ് വൺ ഈസ് faulty child rearing method like overprotective parenting. That also may cause children to become so timid and dependent child, and they cannot be able to face problems in their future life. ചെറുപ്പത്തിൽ ഒരുപാട് ഓമനയൊക്കെ കൊടുത്ത് വളർത്തിയ മക്കളൊക്കെ ആണെങ്കിൽ, ഓവർ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് വളർത്തിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മേ ബി അവർ വലുതായി കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അത് ഒരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. ദെൻ ഏർലി ലോസ് ഓഫ് പാരൻസ്. Significance or other can be traumatic for young children. Experiences like sexual abuse can leave a permanent scar on the child mind. അപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ മെൻ്റൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സ് മേ ബി ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്, instinctive desire, motive, impulses, etc. Then next causative factor is socio-cultural and socio-economic factors. The many conflicts are caused by socio-cultural situations in an individual's environment, since there are certain social codes, religious beliefs and attitudes which have to be adhered to. So some individuals show a degree of resilience in adapting to those socio-cultural demands. Socio-economic conditions may worsen with the situation. For example, unemployment, poverty, sudden financial losses, strain of uncongenial job. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് സ്വാഭാവികമായിട്ടും ജോലിയില്ലായ്മയും പോവർട്ടിയും ഒക്കെ എല്ലാവർക്കും ഒരു മെൻ്റൽ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറൽ കോസസ് ഓഫ് മെൻ്റൽ ഇൽനെസ്സിൽ പറയാനുള്ളത്. 5 കോസാണുള്ളത്: ഹെറിഡിറ്ററി കോസ്, ഓർഗാനിക് കോസ്, ബയോളജിക്കൽ കോസ്, സൈക്കോളജിക്കൽ കോസ് ആൻഡ് സോഷ്യൽ കോസ്.
ഇനിയാണ് ഇതിൻ്റെ ഒരു മേജർ ഭാഗം വരുന്നത്. വാട്ട് ഓൾ ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ്. നമുക്ക് എങ്ങനെയാണ് മെൻ്റൽ ഇൽനെസ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോന്യൂറോസിസ്, സൈക്കോസിസ്, സൈക്കോപതീസ്, സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നിവയായിരുന്നു. അപ്പോൾ ഇന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു At present, there are two widely established systems for classifying mental illness. One is ICD-10 classification or the International Classification of Diseases, and the second one is Diagnostic and Statistical Manual of Mental Disorder or DSM-4 classification. അപ്പോൾ ഇന്ന് ഈ ഒരു രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. So, based on ICD-10 and DSM-4, mental illnesses can be grouped as follows. നമുക്ക് ഇനി പറയുന്നവയാക്കി തിരിക്കാൻ പറ്റുന്നുണ്ട്. First one is organic brain disorders. These are behavioral or psychological disorders associated with the transient or permanent brain dysfunction. This group includes only those mental and behavioral disorders that are caused by demonstrable cerebral disease or disorders, either primary or secondary. These disorders can be subcategorized as follows: delirium, dementia, organic amnestic syndrome, and other organic mental disorders. അപ്പോൾ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ പെർമനൻറ്റ് ഡിസ്ഫങ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രെയിൻ പാത്തോളജി കാരണം വരുന്നതോ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതിന് ഈ ഒരു ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോമിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഡെലിറിയം എന്ന് പറയുന്ന ഒരു അസുഖം, ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖം. ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറവി രോഗമാണ്. അൾഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗം നിങ്ങൾക്ക് നല്ല പരിചിതമായിരിക്കും. അപ്പോൾ അൾഷിമേഴ്സ് ഒക്കെ ഈ ഡിമെൻഷ്യൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയ ഇതാണ് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആങ്സൈറ്റി ഡിസോർഡർ. Anxiety disorder is a psychiatric condition characterized by excessive uneasiness, tension, worrying, and apprehension, which can affect physical and mental health. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമ്പോഴാണ് അതൊരു ഡിസോർഡറായിട്ട് മാറുന്നത്. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കും ഉണ്ടാവാറുണ്ട് ആങ്സൈറ്റി. പക്ഷെ അത് നമ്മുടെ ഡെയിലി ലിവിങ്ങിനെ ബാധിക്കുമ്പോഴാണ് അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഫോബിയാസ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. സോ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഏറ്റവും എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. People with the symptoms of generalized anxiety disorder tend to always expect disaster and cannot stop worrying about health, money, family, work or school. So, ഇത്തരക്കാർക്ക് എക്സസീവായിട്ട് ടെൻഷനും വറീസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഫോബിയ. ഫോബിയ എന്ന് പറയുന്നത് എക്സ്ട്രീം ഫിയർ ആണ്. എക്സ്ട്രീം ഫിയറും അതുപോലെ തന്നെ ഇറാഷണൽ ഫിയറും ഒക്കെയാണ് ഫോബിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ. അത് നമുക്കും പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഡെയിലി ലിവിങ്ങിനെ ബാധിക്കാത്ത തരത്തിലുള്ള പേടിയാണ്. അപ്പോൾ ഇറാഷണലായിട്ടുള്ളൊരു പേടിയും ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മളെ ഡെയിലി ലിവിങ്ങിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷനെയാണ് അത്തരത്തിലുള്ള ഫിയറിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫോബിയ ക്യാൻ ബി ഒരുപാട് ടൈപ്പ് ഉണ്ടാവാം. വിച്ച് ഇൻക്ലൂഡ് ഫിയർ ഓഫ് ഡോഗ്സ്, ഫിയർ ഓഫ് സ്നേക്ക്, ഇൻസെക്ട്സ്, ഫിയർ ഓഫ് ഹൈറ്റ്, ദാറ്റ് മീൻസ് അക്രോഫോബിയ, ഫിയർ ഓഫ് ക്ലോസ്ഡ് ഏരിയ, ദാറ്റ് ഈസ് ക്ലോസ്ട്രോഫോബിയ, ഫിയർ ഓഫ് മാരേജ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗാമോഫോബിയ. അങ്ങനെ ഒരുപാട് ഫോബിയാസ് നിങ്ങൾക്ക് അറിയാം.
നെക്സ്റ്റ് വൺ ഇസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. OCD എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇതും ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ അൺവാണ്ടഡ് റിപ്പീറ്റേറ്റീവ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. കൈ കഴുകിയത് കൈ കഴുകിക്കൊണ്ടേയിരിക്കുക. Then for example, one may need to recheck a locked door over and over again. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. വാഷ് ചെയ്ത ഹാൻഡ്സ് വേറെ എവിടെയും ടച്ച് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടക്കുക. അതൊക്കെ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ വരും. ഇപ്പോൾ ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു റൂം വീണ്ടും വീണ്ടും വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളും ചിലപ്പോൾ പലപ്പോഴായിട്ടും ഒരു വട്ടമൊക്കെ പോയി നോക്കാറുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. വീണ്ടും വീണ്ടും ഓവർ ആൻഡ് ഓവർ എഗെയിൻ ആൻഡ് അഗെയിൻ അവർ വീണ്ടും വീണ്ടും ചെയ്ത കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും, റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒബ്സസീവ് മീൻസ് റിപ്പീറ്റേറ്റീവ് തോട്ട്സ് ആൻഡ് കമ്പൽഷൻ മീൻസ് ആക്ഷൻസ്. ദ നെക്സ്റ്റ് വൺ ഇസ് അടുത്തൊരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇത് ഒരു മേജർ ഒരു ഷോക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകളിൽ വരുന്ന ഒരു അസുഖമാണ്, ഒരു ആങ്സൈറ്റി അസുഖമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്രയാണ് ആങ്സൈറ്റി ഡിസോർഡറിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് സൊമാറ്റോഫോം ഡിസോർഡർ. These are physical ailments such as pain, nausea, depression, dizziness, and which has no adequate medical explanations has been found. അതായത് നമുക്ക് ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവുന്നതിന് ഒരു തരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷനെയാണ് നമ്മൾ സൊമാറ്റോഫോം മെൻ്റൽ ഡിസോർഡറിലേക്ക് ക്യാരക്ടറൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പെയിൻ പറയാണ്, കണ്ടിന്യൂസ്ലി ഒരു പേഷ്യൻറ്റ് അബ്ഡോമിനൽ പെയിൻ പറയാണ്, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, ഞാൻ ചത്തുപോകുന്ന രീതിയിലൊക്കെയാണെന്ന് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ അയാളെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകുക. അല്ല, ഒരു ഫിസിക്കൽ ഹെൽത്ത് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ഫിസിഷ്യനെ നമ്മൾ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ്ട്രോ കാണിക്കുന്നു അവരെ. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് USGയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സ്റ്റിൽ പേഷ്യൻ്റ് പെയിൻ പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ദാറ്റ് മേ ബി റിലേറ്റഡ് ടു സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്. അതായത് ഫിസിക്കൽ എയിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ വിച്ച് ഹാസ് നോ അഡിക്വേറ്റ് മെഡിക്കൽ എക്സ്പ്ലനേഷൻസ്. നമുക്ക് മെഡിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത ഫിസിക്കൽ പ്രോബ്ലംസിനൊക്കെ നമ്മൾ സൊമാറ്റോഫോം ഡിസോർഡേഴ്സിലേക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി റെയർ ഡിസോർഡേഴ്സ് ആണ്. ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു അസുഖമാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഒരു മൊമെൻറ്റിൽ ആ ഒരു പേഴ്സൺ ഒരാളെ പോലെ ആക്ട് ചെയ്യുകയും നെക്സ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ വേറൊരാളെ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇത് പേഷ്യൻ്റ് അഭിനയിക്കുന്നതല്ല, സ്വാഭാവികമായിട്ടും അവരെ മൈൻഡ് അറിയാതെ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു അസുഖം ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല സിനിമകളിലൊക്കെ കണ്ടിട്ട് വളരെ പരിചിതമായിരിക്കും. ദ നെക്സ്റ്റ് വൺ ഇസ് ഒരു രാജാവ് എന്ന് പറയുന്ന പോലത്തെ ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ. ഡിമെൻഷ്യ പ്രീകോക്സ് എന്നായിരുന്നു ഓൾഡ് നെയിം എന്ന് പറയുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിമെൻഷ്യ പ്രീകോക്സ് വാസ് ദ ഓൾഡ് നെയിം ഫോർ സ്കിസോഫ്രീനിയ because it has its onset at puberty. It generally occurs in people who possess a schizoid personality. ഒരുപാട് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ആണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ജനറൽ വിഡ്രോവൽ ഫ്രം കോൺടാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ്. Then next type of mental illness is mood disorders. Mood disorders are characterized by emotional extremes and are also called affective disorder. Affective disorder എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ എക്സ്ട്രീം സാഡ് കാണിക്കാം, ചിലപ്പം എക്സ്ട്രീം ഹാപ്പിനെസ് കാണിക്കാം.
അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നത് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ്. മാനിയ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. മാനിയ എന്ന് പറയുന്നത് എക്സ്ട്രീം ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റും, ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ്. ചില സമയങ്ങളിൽ പേഷ്യൻ്റ് ഒരാഴ്ച ഇപ്പോൾ നല്ല സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് മാനിയ പീരീഡും, തൊട്ടടുത്ത ആഴ്ച അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പേഷ്യൻ്റ് വന്നിട്ട് വളരെ ഡിപ്രഷനായിട്ട് ആരോടും ഉണ്ടാവും, നമ്മളൊന്നും പരിചയം പോലും ഇല്ലാത്ത ഭാവത്തിൽ നടക്കുകയും ചെയ്യും. അപ്പം അതാണ് BPADൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കോസ് enduring pattern of thought and behavior that deviate from society expectations. Types are antisocial personality disorder, paranoid personality disorder, schizoid personality disorder, borderline personality disorder and dependent personality disorder. ഇപ്പോൾ ആൻറ്റിസോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻറ്റിസോഷ്യൽ ആക്ടിവിറ്റി, ക്രിമിനൽ ബിഹേവിയർ ഒക്കെ ഷോ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ചില ആൾ ഒരു കാരണവുമില്ലാത്ത അവരെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം മറ്റുള്ളവരെ കൊല്ലുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളത് എക്സാമ്പിളായിട്ട് എടുക്കുക. ദെൻ പാരനോയിഡ് സ്കിസോഫ്രീനിയ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരക്കാർക്ക് സംശയമായിരിക്കും, ബാക്കി എല്ലാവരെയും സംശയമായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ അവരെ വീട്ടുകാരെ ആയിരിക്കും സംശയം, അവരെന്നെ കൊല്ലാൻ വരുന്നു, അവർക്ക് ആർക്കും എന്നെ പിടിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി. ആക്ച്വലി അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല, അവരുടെ സംശയമായിരിക്കും. ദ നെക്സ്റ്റ് വൺ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എ പേഴ്സൺ വിത്ത് ദിസ് ഡിസോർഡർ ലാക്സ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇത്തരക്കാർക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇഷ്ടം, അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. എക്സ്പ്രസ് എ ഫ്യൂ ഇമോഷൻസ് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഇസ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പൾസീവ് ബിഹേവിയർ ലീഡിങ് ടു സെൽഫ് ഹാം, അതായത് സ്വന്തം പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥയാണത്. ദെൻ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് characterized by extreme dependent on others to meet their emotional and physical needs. അവരുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കുക, സ്വന്തം ഒന്നും ചെയ്യാതിരിക്കുക. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആണ് ആ അസുഖം എന്ന് പറയുന്നത്. ദെൻ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് അതർ ടൈപ്പ് ഓഫ് മെൻ്റൽ ഡിസോർഡറാണ്. മെഡിക്കൽ കണ്ടീഷൻസ് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മളെ ടൈപ്സ് ഓഫ് മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ മെൻ്റലി ഇൽ പേഷ്യൻസ്. അപ്പോൾ മെയിൻലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും ആണുള്ളത്. ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാങ്കുലൈസിങ് ഡ്രഗ്സ് കൊടുക്കാം, ഹൈഡ്രോതെറാപ്പി കൊടുക്കാം, നാർക്കോ അനാലിസിസ്, ഷോക്ക് തെറാപ്പി, സർജിക്കൽ തെറാപ്പി. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ടൈപ്സിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അസുഖത്തിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ അല്ല, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയല്ല നമ്മൾ സ്കിസോഫ്രീനിയയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൂഡ് ഡിസോർഡറിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിമെൻഷ്യയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ജനറലായിട്ട് എങ്ങനെയാണ് നമ്മൾ മെൻ്റൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ട്രാങ്കുലൈസേഴ്സ്, ഡ്രഗ്സ് കൊടുക്കാം, ഹൈഡ്രോതെറാപ്പി, വാട്ടർ തെറാപ്പിയൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ ഷോക്ക് തെറാപ്പി, നാർക്കോ അനാലിസിസ്, സർജറി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത് സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാം. ദെൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് സൈക്കോ അനലിറ്റിക് തെറാപ്പി, സൈക്കോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, എക്സെട്ര. Psychological treatment involves the use of psychotherapy. It is more useful in neurosis than psychosis. സൈക്കോസിസിനെക്കാട്ടും കൂടുതൽ ന്യൂറോസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈക്കോതെറാപ്പിയാണ്. അപ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചും യൂസ് ചെയ്യുന്ന മെത്തേഡ്, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ ഓഫ് മെൻ്റൽ ഇൽനെസ്, ഇറ്റ്സ് ജനറൽ സിംറ്റംസ്, ജനറൽ കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഓഫ് ജനറൽ മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി പറയാനുള്ളൂ.
Thank you so much. I'm concluding my talk, that is mental illness. Today നമ്മൾ മെൻ്റൽ ഇൽനെസ് എന്താന്ന് പറഞ്ഞു, മിസ്കൺസെപ്ഷൻസ് അബൌട്ട് മെൻ്റൽ ഇൽനെസ് പറഞ്ഞു, ഡെഫിനിഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ് പറഞ്ഞു, ജനറൽ സിംറ്റംസ് ഓഫ് മെൻ്റൽ ഇൽനെസ്, ജനറൽ കോസസ് ഓഫ് മെൻ്റൽ ഇൽനെസ് ഡിസ്കസ് ചെയ്തു. ഫൈനലി വി ഡിസ്കസ് റിഗാർഡിംഗ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. താങ്ക് യു സോ മച്ച്.